ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1916. ഇന്ന് മാർച്ച് മാസം 30-ാം തീയതി, 89-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. വലിയ നോമ്പിലെ 5-ാമത്തെ ഞായർ. കൂനിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന അത്ഭുതമാണ് വേദവായന. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, അതിന്റെ 10 മുതൽ 17 വരെയുള്ള വചനഭാഗം. ആരാധനയിലൂടെ വിടുതൽ കിട്ടുന്ന വളരെ പ്രചോദനകരം പ്രകാശം നിറഞ്ഞ ഒരു ആശയവും സംഭവമൊക്കെയാണ്. ശാബത ദിവസം ദേവാലയത്തിലേക്ക് യേശു വരികയും അവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ദേവാലയം ആരാധനയുടെ സ്ഥലമാണ്, വചന കേൾവിയുടെ ഇടമാണ്, ഉപദേശങ്ങള് ലഭിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണോ ഓരോരുത്തരും ദേവാലയത്തെ കാണുന്നത്, കൈകാര്യം ചെയ്യുന്നത്, ഇടപെടുക? ഈ സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ ഈ സ്ഥലത്താണ് 18 വർഷം രോഗം ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിപ്പോയ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നത്. നമുക്കും പരിചയപ്പെടാൻ പറ്റുന്നത് ആരാധനയിൽ യേശുവിനോടൊപ്പമുള്ള ഈ സ്ത്രീയുടെ പങ്കാളിത്തം പിന്നീട് എങ്ങനെ വിടുതലിന്, രോഗസൗഖ്യത്തിന് മുഖാന്തരമായി എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദേവാലയത്തിലുള്ള യേശു ആ സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയും യേശുവും ദേവാലയത്തിലുണ്ടായിരുന്നു. നമ്മൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഇടത്ത് ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട്, അങ്ങനെ പ്രത്യാശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിന് സന്നദ്ധനാണോ? അതിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. ശരിയാണ്, അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെ എപ്പോഴും. യേശു നമ്മളെ കാണുന്നുണ്ട് എന്നതിന് കുറെ കൂടി പ്രാധാന്യമുണ്ട് കേട്ടോ. യേശു അവളെ കണ്ടു, നമ്മളെയും കണ്ടു, നമ്മളെയും കാണുന്നു. ഇവിടെ ആ സ്ത്രീയുടെ രോഗത്തിന്റെ പശ്ചാത്തലവും വളരെ പ്രധാനപ്പെട്ടതാണ്. 18 വർഷക്കാലമായി രോഗിയാണ്. ഒരുപക്ഷെ അവൾ പ്രതീക്ഷയോടെ എല്ലാ ആഴ്ചയിലും ദേവാലയത്തിൽ വരികയും സൗഖ്യത്തിനായിട്ട്, സ്വസ്ഥതയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിരാശ ഏറ്റവും വലിയൊരു ആപത്താണ്, വലിയൊരു വിപത്താണ്. ഈ നിരാശയിൽ പെട്ടുപോകാതിരിക്കുക എന്നത് ഈ സ്ത്രീ നമ്മളെ നല്ലൊരു മാതൃകയായി സഹായിക്കുന്നുണ്ട്. എന്തുമാത്രം നിരാശയിലാണ് പെട്ടുപോകുന്നത്. നിരാശയിൽ നിന്നൊരു വിടുതൽ യേശു നമ്മളെയും കണ്ടു, നമ്മളെയും കാണുന്നു. ആമേൻ.